കേരളത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് പരിശോധിക്കണം. പരിശോധിച്ച് കൃത്യമായ തെറ്റാത്ത നടപടി സ്വീകരിക്കണം, വാലിഡായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അപ്പോൾ അതിന് ചിലപ്പോൾ സമയമെടുത്തുന്ന ഒരു അത്രേ നിലപാടെടുക്കണം. അല്ലാതെ തെറ്റിനെ കോംപ്രമൈസ് ചെയ്യുക, തെറ്റിനെ കൊടുക്കുക, ഈ തെറ്റ് ചെയ്യാനല്ല മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുക എന്നത് അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ച ഇനിയിപ്പോൾ വീണ്ടും നിയമസഭയിൽ ചർച്ചകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ളൊരു നിലപാട് തന്നെ സ്വീകരിക്കുമോ? അതിനു വേണ്ടി ചർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി അത്തരം ഒരു സമ്മർദ്ദത്തിന് വിധേയമാകാൻ നേതാക്കൾ പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ ഇതിനോടകം തന്നെ CPI അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അതൊരു ഭിന്നതയായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. അത് അവരുടെ നിലപാട് അവർ അഭിപ്രായപ്പെട്ടു. ഒരു പൊതു നിലപാട് ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. വിശ്വം തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇത്തരത്തിലൊരു കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടായിട്ടില്ല. ആരെ പറഞ്ഞത് തീർപ്പില്ല? നിങ്ങളെങ്ങനെയാ തീരുമാനിക്കുക? തീർപ്പ് എല്ലാം മീഡിയസിനോട് പറയണമെന്നുണ്ടോ? എല്ലാ കാര്യങ്ങളുണ്ടോ? അതൊക്കെ സാധാരണ ഭരണപരമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണിത്. ആ ഭരണമാവുന്ന സമയത്ത് ബന്ധപ്പെട്ട ആ കക്ഷികളൊക്കെ ആയിട്ട് കൂടിയാലോചനയും സംഗതികളൊക്കെ ഈ ഭരണ നടപടി മുമ്പോട്ട് പോകുന്നതിൻ്റെ ഒരു ഭാഗമാണത്. ആ ചർച്ചയൊക്കെ നടക്കും. എന്താണ് ചർച്ച ചെയ്തതെന്നും എന്താണ് തീരുമാനിച്ചതെന്നും മീഡിയസിനോടൊക്കെ പറയാൻ കഴിയുന്ന വരില്ല. അപ്പോൾ അതൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഒരു ധാരണയിലെത്തിയില്ല എന്നുള്ള തെറ്റായ വ്യാഖ്യാനം നടത്തുന്നത് ശരിയല്ല. അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.